വെൽക്കം ബാക്ക് ടു Learnwise പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മുടെ MHH 018 പേപ്പറിന്റെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ലോസ്, റെഗുലേഷൻസ് ആൻഡ് ലീഗൽ മെഡിസിൻസ്. സോ ഇതിൽ നമ്മൾ ഒരു ലീഗൽ ഫ്രെയിംവർക്ക്, അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ പ്രാക്ടീസ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീസിന്റെ ഒരു റെഗുലേറ്ററി മെക്കാനിസംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. സോ അതിന്റെ പാർട്ട് 2 നമുക്ക് പോവാം. പാർട്ട് 2 നമുക്ക് ആദ്യം നോക്കാനുള്ളത് ലോ, റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് ഹെൽത്ത് എന്നുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോ നമ്മളെ ലോസ് അല്ലെങ്കിൽ റൂൾസ്, റെഗുലേഷൻസ് എല്ലാം കേട്ടിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ലോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ഫ്രെയിം ബൈ ദ ലെജിസ്ലേഷൻ ആൻഡ് പാസ് ബൈ ദ ലെജിസ്ലേഷൻ ഇറ്റ്സെൽഫ്. അപ്പൊ ലെജിസ്ലേഷൻ തന്നെ ഫ്രെയിം ചെയ്ത് പാസ് ചെയ്യുന്ന ഒന്നാണ് ലോസ് എന്ന് പറയുന്നത്. പുറത്തേക്ക് വരുന്നത് ആക്ട് ആയിട്ടായിരിക്കും, നോട്ടിഫൈഡ് ആയിട്ടുള്ള ആക്ട് മറ്റുമായിട്ടായിരിക്കും ഇത് പുറത്തേക്ക് വരുന്നത്, വിച്ച് ഇസ് ടു ബി ഫോളോഡ് ബൈ എവറി സിറ്റിസൺ. എല്ലാവരും അത് ഫോളോ ചെയ്തിരിക്കണം. ആൻഡ് ഒരു വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ് നമുക്ക് ഈ പറയുന്ന ലോസിന്റെ ഉള്ളിൽ ആക്ച്വലി വരുന്നത്. ദെൻ കമ്മിങ് ടു റെഗുലേഷൻ. റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂൾസ് അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് എന്ന് പറയാം. അത് ഗവൺമെന്റ് ഏജൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഗുലേറ്ററി ബോഡി, ഇപ്പൊ നമ്മുടെ IMA പോലത്തെ എന്തെങ്കിലും ഒരു റെഗുലേറ്ററി ഓർഗനൈസേഷൻ, ബോഡി കാര്യങ്ങൾ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റീവ്സ് കാര്യങ്ങളാണ് നമ്മൾ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. സോ അവിടെ എല്ലാവരെയും കവർ ചെയ്യുന്നില്ല. ദോസ് ഹു ആർ ഇന്ററാക്ടിങ് വിത്ത് ദീസ് എൻഫോഴ്സിംഗ് ഏജൻസി, അവരെ മാത്രമായിരിക്കും ഇത് കവർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റൂൾസ്. റൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സിംപ്ലി ഗൈഡ് ലൈൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആൻഡ് ദേ ആർ കോൾഡ് ആസ് സബോർഡിനേറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അത് നമ്മുടെ ഈ പറയുന്ന നമ്മൾ റെഗുലേറ്ററി ഏജൻസീസ് പറഞ്ഞല്ലോ, ഇവരുടെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സബോർഡിനേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും റൂൾസ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ സബ്ജക്ട്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ടായിരിക്കും പൊതുവെ റൂൾസ് കാര്യങ്ങൾ ഉണ്ടാവുക. സോ ഡേ ടു ഡേ ഫങ്ഷൻസ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും മറ്റുമൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ ഈ പറയുന്ന റെഗുലേഷൻസ് അല്ല റൂൾസ് തരുന്നത്. സോ ലോ പറഞ്ഞു, റെഗുലേഷൻ പറഞ്ഞു, ദെൻ റൂൾസും പറഞ്ഞു. ദെൻ ആ ഒരു ഡിഫറൻസ് നോക്കിയത് മൂന്നും തമ്മിലുള്ളത്. ലോസ് അതിന്റെ സോഴ്സ് എന്താണ്? ലെജിസ്ലേറ്റീവ് ബോഡീസ് ആണ് അല്ലെ ഫ്രെയിം ചെയ്യുന്നത്, നിയമങ്ങൾ അല്ലെ. ദെൻ റെഗുലേഷൻസ് ഗവൺമെന്റ് ബോഡീസ് അല്ലെങ്കിൽ ഏതെങ്കിലും റെഗുലേറ്ററി ഏജൻസീസ് ആയിരിക്കും റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു റൂൾസ്, ഏതെങ്കിലും ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസോ ഗ്രൂപ്പ്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കും റൂൾസ് ഫ്രെയിം ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു സ്കോപ്പ്. ലോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടുള്ള വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്കോപ്പ് ആണ് അവിടെ വരുന്നത്. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജുറിഡിസ്ട്രിക്ഷൻ, അതിന്റെ ഉള്ളിൽ വരുന്ന എൻറ്റിറ്റീസിനെ ആയിരിക്കും റെഗുലേഷൻസ് ബാധിക്കുന്നത്. ആൻഡ് റൂൾസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിരിക്കും, ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഇന്ന റൂൾ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് വരുന്നതായിരിക്കും റൂൾസ് എന്ന് പറയുന്നത്. ദെൻ അതോറിറ്റി. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് അതോറിറ്റി ആണ് അവിടെ വരുന്നത്. റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോയിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുത്ത ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബ്രാഞ്ച് ആണ് നമ്മൾ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ദെൻ റൂൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലിമിറ്റഡ് ടു എ സ്പെസിഫിക് ഓർഗനൈസേഷൻ. ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ റൂള് ആ ഓർഗനൈസേഷന് മാത്രമുള്ളതായിരിക്കും. ഓർഗനൈസേഷൻസ് മാറുന്ന അനുസരിച്ച് റൂൾസ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് വരാറുണ്ട്. ദെൻ എൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ്? ലോസ് ആർ എൻഫോഴ്സ്ഡ് ബൈ കോർട്ട് അല്ലെ, കോടതികൾ വഴിയാണ് ലോ എൻഫോഴ്സ് ചെയ്യുന്നത്. റെഗുലേഷൻസ് ആണെങ്കിലോ റെഗുലേറ്ററി ബോഡീസ് വഴി. ഇപ്പൊ നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മൾ സെബി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ സെബി ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കാര്യങ്ങള്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്ത് അവിടെ നിയമങ്ങളെല്ലാം എൻഫോഴ്സ് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു റൂൾസ്, ഏതെങ്കിലും ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് മറ്റുമായിരിക്കും റൂൾസ് എൻഫോഴ്സ് ചെയ്യും. ദെൻ ഫ്ലെക്സിബിലിറ്റി. ലോസ് ഫ്ലെക്സിബിൾ ആണോ? അത്രയും അല്ല അല്ലെ. കാരണം ഏതെങ്കിലും ഒരു ലോ മാറ്റണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ അത് വളരെ ലെസ് ഫ്ലെക്സിബിൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് റെഗുലേഷൻസ് ആണെങ്കിലോ റെഗുലേറ്ററി ബോഡീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ആ റെഗുലേറ്ററി ബോഡീസിന് അതോറിറ്റീസ് ഉണ്ട് എന്ത് ചെയ്യാനായിട്ട്? ഇത് ചേഞ്ച് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും അമെൻഡ് ചെയ്യാനും മറ്റുമായിട്ട്. ദെൻ കമ്മിങ് ടു റൂൾസ്, ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് റൂൾസ്. ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം? അത് ചേഞ്ച് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റും കഴിയും. ദെൻ പെനാൽറ്റീസ്. ലോസിന്റെ പെനാൽറ്റീസ് എങ്ങനെയായിരിക്കും? ആ ഒരു ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഇന്നതാണ് ഇന്നതിന്റെ പെനാൽറ്റി എന്നുള്ളത്. റെഗുലേഷൻസിന്റെ ആണെങ്കിലോ
അവിടെ മെയിൻലി ലീഗൽ പെനാൽറ്റീസ് ആയിരിക്കും വരുന്നത്. റൂൾസിനാണെങ്കിലോ പ്രത്യേകിച്ച് വലിയ പെനാൽറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല, അതായത് വളരെ ലെസ് സിവിയർ ആയിട്ടുള്ള പെനാൽറ്റീസ് കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലോസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാരണം അതിനുള്ള ഒരുപാട് എക്സംഷൻസ്, കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടാവും. ആൻഡ് റെഗുലേഷൻസ് ആണെങ്കിലോ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്, എന്നാൽ ലോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആണ്. ബിക്കോസ് ഒരുപാട് ലീഗൽ കാര്യങ്ങളുണ്ട്, സോ അതുകൊണ്ടാണ് അവിടെ കോംപ്ലക്സ് ആയിട്ട് പറയുന്നത്. റൂൾസ് പറഞ്ഞാൽ വളരെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് വെരി ഈസി ടു ഫോളോ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മള് എന്താ പറഞ്ഞത്, നമ്മുടെ ലോസ്, റെഗുലേഷൻസ് ആൻഡ് റൂൾസിനെ കുറിച്ച് പറഞ്ഞു. സോ ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻഫോഴ്സ് ബൈ കോർട്ട് ആൻഡ് ലെജിസ്ലേറ്റീവ്സ് പാസ് ചെയ്യുന്നതാണ് ലോസ് എന്ന് പറയുന്നത്. റെഗുലേഷൻസ് എന്ന് പറഞ്ഞാലോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റെഗുലേറ്ററി ബോഡീസ് എൻഫോഴ്സ് ചെയ്ത് ആ റെഗുലേറ്ററി ബോഡിയുമായി ഫംഗ്ഷൻ ചെയ്യുന്നവർക്ക് ബാധകമായിട്ടുള്ളതാണ് റെഗുലേഷൻസ്. ദെൻ റൂൾസ് എന്ന് പറഞ്ഞാലോ ഏതെങ്കിലും പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് എൻഫോഴ്സ് ചെയ്ത് വിത്തിൻ ദാറ്റ് ഓർഗനൈസേഷൻ മാത്രമുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്, റൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 3 ടേംസും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓക്കെ അല്ലേ? സോ ഇനി നമ്മള് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കംപ്ലയൻസസിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. സോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന നമ്മൾ ഓരോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് ജസ്റ്റ് ആ ഒരു കംപ്ലയൻസസ് ആണ് പറയുന്നത്, ഏതൊക്കെ ഏരിയാസ് ആണ് അവിടെ കവർ ചെയ്യുന്നത് തുടങ്ങിയ കംപ്ലയൻസസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യം പറയാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂൾ അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണ് എന്താന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് കെയർ മാറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഇറ്റ്സ് എ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ സ്റ്റേറ്റ് ടു എൻഫോഴ്സ് ദ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. കമ്മിങ് ടു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്? അതായത് ഓവർസീസ് കമ്പനീസിന് നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഹെൽത്ത് കെയർ സെക്ടേഴ്സിലും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇറ്റ് ഷുഡ് ബി കംപ്ലൈഡ് വിത്ത് FEMA 1999, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് കംപ്ലൈ ചെയ്ത്, അതേപോലെ നമുക്ക് ഒരുപാട് റൂൾസ് ഉണ്ട് കേട്ടോ, അതിന് ഫ്രെയിംവർക്സ് കാര്യങ്ങളുണ്ട്, FDI ഫ്രെയിംവർക്സ് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഫോളോ ചെയ്ത് വേണം FDIs കാര്യങ്ങൾ ചെയ്യാൻ. Then coming to clinical establishment, നമ്മളൊരു ക്ലിനിക് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഹോസ്പിറ്റൽ ക്ലിനിക് കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് ഇൻ റെലവന്റ് അതോറിറ്റി. അതായത് ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലോ അനുസരിച്ച് അവരെവിടെയാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടെ അവര് രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റേർഡ് ആയിട്ട് മാത്രമേ ക്ലിനിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. Then PC and PNDT framework. PC and PNDT framework എന്ന് പറയുമ്പോൾ ജനറ്റിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക്സ് കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ്സ് കാര്യങ്ങളാണ്. സോ ഇവരും എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ ദാറ്റ് ഈ പറയുന്ന പോലെ അൾട്രാസൗണ്ട് മിസ്യൂസ് ചെയ്യുന്ന കേസസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് സെക്സ് ഡിറ്റർമിനേഷൻ, കുട്ടികളുടെ അല്ലെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് നമ്മുടെ ലോ ഇവിടെ നമുക്ക് ഇത് ചെയ്യുന്നില്ല അല്ലെ, അവൈൽ ചെയ്യുന്നില്ല അല്ലെ. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രിവെന്റ് ചെയ്യാനും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു റെക്കോർഡ് അവിടെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ ഡ്രഗ്സ് ആൻഡ് സർവീസസ്, നമ്മുടെ ഇവിടെ വരുന്ന ഡ്രഗ്സ് കാര്യങ്ങളെല്ലാം തന്നെ, ഡ്രഗ്സ് ആൻഡ് ഡിവൈസസ് കാര്യങ്ങളെല്ലാം തന്നെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940, മെഡിക്കൽ ഡിവൈസ് റൂൾസ് 2017 തുടങ്ങിയ കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തതോ മറ്റോ ആയിരിക്കണം. അതല്ലാത്ത അതിൽ പ്രൊഹിബിറ്റ് ചെയ്ത ഒരു കാര്യങ്ങളും നമ്മളിവിടെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ നമ്മൾ പറയും അല്ലെ, ചില മെഡിസിൻസ് ഇവിടെ ബാൻഡ് ആണ് എന്ന് പറയും, അതായത് ഈ ഒരു ആക്ടിൽ അത് എക്സംപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും അവിടെ ചെയ്യുന്നത്. ദെൻ ഫാർമസി പ്രാക്ടീസ്, നമുക്ക് ഫാർമസി ആക്ട് ഉണ്ട് 1948, അതേപോലെ തന്നെ ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻസ് ഉണ്ട് 2015. ഇതെല്ലാം നമ്മൾ ഫാർമസി പ്രാക്ടീസിൽ ഫോളോ ചെയ്തിരിക്കണം. ദെൻ ബ്ലഡ് സേഫ്റ്റി, നമ്മള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ പോലത്തെ കാര്യങ്ങളെല്ലാം ഒരുപാട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ദേ ആർ റിലേറ്റഡ് ടു ഡ്രഗ്സ് റൂൾസ് 1945. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള, ക്വാളിറ്റി ആയിട്ടുള്ള, എത്തിക്കൽ ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കാര്യങ്ങൾ. കാരണം കണ്ടാമിനേറ്റഡ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ആയിട്ടുള്ള ഒന്നാണ് ബ്ലഡ് എന്ന് പറയുന്നത്. സോ ഇതിനെ എൻഷുർ ചെയ്യുക, അതായത് പ്രോപ്പർ ആയിട്ടാണ് ട്രാൻസ്ഫ്യൂസ് അല്ലെങ്കിൽ ഇൻഫ്യൂസ് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദെൻ ദർ ആർ സർട്ടൺ പ്രൊസീജിയർ ബേസ്ഡ് ലൈസൻസ്. ഇപ്പൊ നമ്മുടെ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ
റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ലൈസൻസ് വേണം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതാണ് നമ്മൾ MTP എന്ന് പറയുന്നത്. അതിന് നമുക്ക് പ്രൊസീജിയർ, ഇപ്പൊ ലൈസൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അത്. റീപ്രൊഡക്റ്റീവ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ സെറോഗസി ക്ലീനിങ്, ഇതെല്ലാം എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഈ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ദേ നീഡ് ലൈസൻസ് ഫോർ ദാറ്റ്. ദെൻ പ്രൊഫഷണൽ ബോഡീസ്, നമുക്കിവിടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഉണ്ട്, അതേപോലെ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോർ എഡ്യൂക്കേഷൻ ഉണ്ട്. ദെൻ ഇതിലെല്ലാം രജിസ്റ്റർ ചെയ്ത് ഇവരുടെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്, അപ്പൊ ഓരോ പ്രൊഫഷണൽ ബോഡീസിനും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഫോളോ ചെയ്തിരിക്കണം. ദെൻ കമ്മിങ് ടു എക്യുപ്മെന്റ് ആൻഡ് സേഫ്റ്റി, ഇപ്പൊ നമ്മുടെ റേഡിയേഷൻ തെറാപ്പി, ബോയിലേഴ്സ്, മെഡിക്കൽ ഗ്യാസ്, നറോട്ടിക് ഡ്രഗ്സ്, ഇതെല്ലാം ആ ഒരു റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങൾ അനുസരിച്ച് എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം സേഫ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യിക്കുക. ദ ലോക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ലോസ്, നമ്മുടെ ജനറൽ ആയിട്ടുള്ള ലോസ് ആണ്. ലൈക്ക് നമുക്ക് ലേബർ ലോസ് ഉണ്ട്, അതേപോലെ മുനിസിപ്പൽ ലോസ് ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ലോസ് ഉണ്ട്, എൻവയോൺമെന്റൽ ലോസ് ഉണ്ട്, ലൈക്ക് പൊല്യൂഷൻ കൺട്രോൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഹെവി മെറ്റൽ ഡിസ്പോസൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതെല്ലാം കംപ്ലൈൻസ് വേണം. ദെൻ ഡിജിറ്റൽ സർവീസസ്, നമുക്ക് പറയാം നമ്മൾ ടെലിമെഡിസിൻ പോലത്തെ പ്രാക്ടീസസ് കാര്യങ്ങളെല്ലാം വളരെ കോമൺ ആണ് അല്ലെ ഇന്നത്തെ കാലത്ത്. സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് പുതിയൊരു കോൺസെപ്റ്റ് ആണ്. സോ 2023 ഇറങ്ങിയ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കാര്യങ്ങളുടെ കംപ്ലൈൻസസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ഹെൽത്ത് റിലേറ്റഡ് കംപ്ലൈൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ലീഗൽ മെഡിസിൻ ആൻഡ് സൗണ്ട് മെഡിക്കൽ പ്രാക്ടീസസ്. സോ വാട്ട് ഇസ് ലീഗൽ മെഡിസിൻ എന്ന് ചോദിച്ചാൽ, ലീഗൽ കേസസിൽ മെഡിക്കൽ നോളേജിന്റെ ആപ്ലിക്കേഷൻ, അതിനാണ് നമ്മൾ ലീഗൽ മെഡിസിൻ എന്ന് സിംപ്ലി പറയുന്നത്. സോ നമ്മുടെ മെഡിക്കൽ സർജിക്കൽ കോൺസെപ്റ്റ്സും സയന്റിഫിക് നോളേജും കാര്യങ്ങളും യൂസ് ചെയ്ത് നമ്മുടെ ലീഗൽ ആയിട്ട് വരുന്ന മെഡിക്കൽ റിലേറ്റഡ് കേസസിന്റെ ട്രയൽസ് കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീഗൽ മെഡിസിൻ എന്ന് വിളിക്കുന്നത്. സോ ലീഗൽ മെഡിസിൻ നോക്കിയ ഒരു സിവിൽ ലോ റിലേറ്റഡ് ആയിട്ട് വരുന്ന, കാരണം ലീഗൽ ഇഷ്യൂസ് വരുന്നത് മെഡിസിനൽ പ്രാക്ടീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ ഇഷ്യൂസ് വരുന്നത് ഓട്ടോമാറ്റിക്കലി പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും അല്ലെ. ഇപ്പൊ മെഡിക്കൽ നെഗ്ലിജൻസ് പോലത്തെ കാര്യങ്ങളോ മറ്റൊക്കെ ആയിരിക്കും. സോ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സിവിൽ ലോ ആൻഡ് അവിടെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും വരും ആൻഡ് ഓൾസോ ഫോറൻസിക് ആയിട്ടുള്ള മെഡിസിൻ കാര്യങ്ങളും അവിടെ വരാനായിട്ട് ചാൻസ്. സോ എന്താണ് ഫോറൻസിക് മെഡിസിൻ? ക്രിമിനൽ ലോ അല്ലെങ്കിൽ ഡാമേജ് അല്ലെങ്കിൽ ആ റിലേറ്റഡ് ടു പേഷ്യൻസ്, ആ കാര്യങ്ങളെല്ലാം വരുന്നതാണ് നമ്മൾ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയും. ദെൻ ബേസിക് ഇഷ്യൂസ് അഡ്രസ്. അപ്പോ ലീഗൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയേ. റെഗുലേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ സിറ്റിസൺ ഇൻ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. അപ്പൊ ഒരാളുടെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ റൈറ്റ് ടു ഗെറ്റ് മെഡിസിൻ അല്ലെങ്കിൽ റൈറ്റ് ടു ഗെറ്റ് ഹെൽത്ത് എന്നുള്ളതിനെ റെഗുലേറ്റ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. ദെൻ അൺനെസസറി ട്രീറ്റ്മെന്റ്, ഡിറ്റൻഷൻ പോലത്തെ കാര്യങ്ങളിൽ അഗേൻസ്റ്റ് പ്രിവെന്റ് ചെയ്യുക. ദെൻ റെഗുലേറ്ററി ഏജൻസീസ് കാര്യങ്ങൾക്ക് പവേഴ്സ് ഗ്രാൻഡ് ചെയ്യുകയാണ്. സോ അത് എല്ലാ ഓർഗനൈസേഷൻസും അവരെ ലോസ് റൂൾസ് കാര്യങ്ങളെല്ലാം കംപ്ലൈൻസ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാനായിട്ട്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് സൊസൈറ്റി ഇൻ ജനറൽ, നമുക്ക് ആ സൊസൈറ്റിയുടെ പ്രൊട്ടക്ഷൻ, നമുക്ക് എന്ത് വേണം, നമ്മുടെ പീപ്പിൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം അല്ലെ, നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടിരിക്കണം. ദെൻ ഇൻകോർപ്പറേഷൻ ഓഫ് സൗണ്ട് മെഡിക്കൽ പ്രാക്ടീസ് വിത്തിൻ ലീഗൽ ഫ്രെയിംവർക്ക്. അപ്പൊ ആ വിത്തിൻ ദാറ്റ് ലീഗൽ ഫ്രെയിംവർക്ക് എന്ത് വേണം, വി നീഡ് സൗണ്ട് മെഡിക്കൽ പ്രാക്ടീസസ്. ദെൻ പീനൽ പ്രൊവിഷൻസ് ആൻഡ് അതോറിറ്റീസ് ടു പീനലൈസ് വെൻ റിക്വയർഡ്. പെനാൽറ്റീസ് കാര്യങ്ങൾ കൊടുക്കണം അല്ലെ, എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വന്നാൽ പെനാൽറ്റി കൊടുക്കാനുള്ള പ്രൊവിഷൻസ് കാര്യങ്ങൾ, പീനൽ പ്രൊവിഷൻസും കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കുകയും വേണം. ദെൻ ലയബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ഡോക്ടേഴ്സ്. എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അതോറിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ലയബിലിറ്റി, ഡോക്ടേഴ്സിന്റെ ലയബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മെഡിക്കൽ ഡ്യൂട്ടി. ഇപ്പൊ മെഡിക്കൽ പേഴ്സൺ എന്ന് പറയുന്നത്, അതായത് നമുക്ക് മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് മെഡിക്കൽ പേഴ്സൺ. ഡോക്ടേഴ്സ്, നഴ്സ് ആരെങ്കിലും ആയിക്കോട്ടെ. സോ മെഡിക്കൽ പേഴ്സൺ എന്ന് പറയുന്നത് സ്കിൽഫുൾ ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, കെയർഫുൾ ആയിരിക്കണം ആൻഡ് ഓൾസോ വെരി അക്യുറേറ്റും ആയിരിക്കണം. അപ്പൊ നമ്മൾ ഒരു സിംറ്റം ആയിട്ട് ചെന്നാൽ അക്യുറേറ്റ്ലി അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടാവണം, ഈ പറയുന്ന മെഡിക്കൽ പേഴ്സൺ ഉണ്ടാവണം. ആൻഡ് ഓൾസോ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളജും കാര്യങ്ങളും അവിടെ അനിവാര്യമായി വരുന്നു. ദെൻ സെക്കൻഡ് വൺ ഇസ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി. പേഷ്യൻസിനെ പ്രോപ്പർ കെയർ, സ്കിൽ, ഇന്റലിജൻസ് വെച്ച് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അങ്ങനെ ചെയ്യാത്ത കേസസിലാണ് ഈ പറയുന്ന പോലെ തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് കാര്യങ്ങളെല്ലാം വരുന്നത്. ആൻഡ് ഹോസ്പിറ്റലും ഈ പറയുന്ന നെഗ്ലിജൻസിന് പറയുന്ന അവരും എന്താണ് ലയബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഈ ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന് ലയബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ വിക്കാരിയസ് ലയബിലിറ്റി.
നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ലയബിലിറ്റി ആണ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ നെഗ്ലിജൻസ് ഗിവൺ ബൈ ഡോക്ടേഴ്സ്, നേഴ്സ് ഓർ പാരാമെഡിക്കൽ സ്റ്റാഫ്. ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, ലൈക് ഡോക്ടർ ആവാം, നേഴ്സ് ആവാം, പാരാമെഡിക്കൽ ആവാം, അറ്റൻഡേഴ്സ് ആവാം, ആരാണോ അവരുടെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ലയബിലിറ്റി ആയിട്ടാണ് വരുന്നത്. ദെൻ റീസണബിൾ ഫോർസൈറ്റ്. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പോസിബിൾ ഇപ്പൊ നടക്കുന്നത് എന്ന് അറിയുന്ന ഒരു ഫോർസൈറ്റ് കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ദേ ക്യാൻ കൺട്രോൾ ആന്റിസിപ്പേറ്റഡ് റിസ്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്, ലൈക്ക് ആ ഒരു സമയം, സന്ദർഭം മറ്റും അനുസരിച്ച് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് കാര്യങ്ങൾ വേണം. ദെൻ അറ്റൻഡൻസ്. ലാക്ക് ഓഫ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് കോൺസിക്വൻസ് ആണ്. മേ ബി ലയബിൾ ആയി മാറാനും പിന്നീട് ചാൻസസ് ഉണ്ട്. ദെൻ എൻഷുറിംഗ് സൗണ്ട് മെഡിക്കൽ പ്രാക്ടീസസ്. സോ നമുക്ക് എങ്ങനെയാണ് സൗണ്ട് മെഡിക്കൽ പ്രാക്ടീസസ് എൻഷുർ ചെയ്യാൻ കഴിയുന്നത് പ്രൊഫഷണൽസിന്? സോ ദേ ഷുഡ് പ്രയോറിറ്റൈസ് പേഷ്യന്റ് സെൻട്രിക് കെയർ, അല്ലെ? നമുക്ക് എപ്പോഴും വേണ്ട എന്താണ്? പേഷ്യൻസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു കെയർ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ മെയിൻറ്റെയിൻ അക്യുറേറ്റ് മെഡിക്കൽ റെക്കോർഡ്സ്. നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മൾ ആദ്യം ചെന്ന തൊട്ടുള്ള റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാന്നുള്ളത്. കാരണം മുന്നേ നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് പേഷ്യന്റ് ആൻഡ് ഫാമിലി. പേഷ്യന്റിനോടും പേഷ്യന്റ് ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെ? എല്ലാവരുടെ അനുവാദത്തോടു കൂടി മാത്രം പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ദെൻ എൻഷുർ പേഷ്യന്റ് റൈറ്റ്, സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. പേഷ്യന്റെ റൈറ്റ്സ് കാര്യങ്ങൾ എൻഷുർ ചെയ്യുക, അവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക, ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് എമർജൻസീസ് ആൻഡ് മെഡിക്കൽ ലീഗൽ കേസസ്. നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് അല്ലെങ്കിൽ എമർജൻസീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മാനേജ് ചെയ്യുക. ദെൻ കീപ് നോളജ് അപ് ടു ഡേറ്റ്. എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് എപ്പോഴും അറിയാം, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രിവൈലിംഗ് ആയിട്ടുള്ള ഒരു ഡിസീസ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിംറ്റം ആയിട്ട് വരുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന അതായിരിക്കും. സോ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള നോളേജ് വേണം, അല്ലെ? സോ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളേജ് കാര്യങ്ങൾ വേണം, ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീവൻസ് റിഡൽസൽ സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം വേണം. സോ എപ്പോഴും നമ്മുടെ മെഡിക്കൽ പ്രാക്ടീസസിൽ ക്രൂഷ്യൽ ആയിട്ട് വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഡെത്ത് അല്ലെങ്കിൽ ഇൻഷുറി സർട്ടിഫിക്കറ്റ്സ്, റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ, ഹ്യൂമൻ റിസർച്ച്, മെന്റൽ ഹെൽത്ത്, ഡിസബിലിറ്റി അസസ്മെന്റ്. കാരണം ഡിസബിലിറ്റി അസസ്മെന്റിന് പല ലെവൽസ് ഉണ്ട്, ഇത്ര പെർസെന്റേജസ് വെച്ച് പറയുന്നുണ്ട്. ഇതെല്ലാമാണ് ക്രൂഷ്യൽ ആയിട്ട് വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ. ദെൻ കമ്മിങ് ടു ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ്സ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സിനെ കുറിച്ച് പറയാൻ പോവുക, നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ജഡ്ജ്മെന്റ്സിനെ കുറിച്ച്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പരമാനന്ദ് കത്താര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1989 നടന്നൊരു കേസാണ്. സോ സുപ്രീം കോടതിയിലായിരുന്നു ഈ ഒരു കേസ് നടന്നത്. സോ ഇതില് ആർട്ടിക്കിൾ 21 എംഫസൈസ് ചെയ്ത് പറയുകയാണ് ചെയ്തത്. കാരണം സ്റ്റേറ്റിനാണ് പ്രിസർവിംഗ് ദ ലൈഫ് എന്ന് പറയുന്ന ഒരു ഒബ്ലിഗേഷൻ, അത് സ്റ്റേറ്റിന്റെ ഒബ്ലിഗേഷൻ ആണ് എന്ന് പറഞ്ഞൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വിക്ടിംസിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കാര്യങ്ങൾ എല്ലാം അപ്പൊ തന്നെ പ്രൊവൈഡ് ചെയ്യണം, അല്ല ലീഗൽ ഫോർമാലിറ്റീസ് നോക്കി നിൽക്കാതെ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ, പ്രൈമറി കെയർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവന്ന ഔട്ട്കം. സെക്കൻഡ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിനെ ഒരു ബേസിക് റൈറ്റ് ആയിട്ട് മാറ്റിയ ഒരു ജഡ്ജ്മെന്റ് ആണ് പശ്ചിം ബംഗാൾ ഖേത് മസ്ദൂർ സാനിറ്റി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ 1996 വന്നൊരു ജഡ്ജ്മെന്റ് ആണ്. സോ ഇറ്റ്സ് എ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റിയ ഒരു ജഡ്ജ്മെന്റ് ആണത്. അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം, എമർജൻസി കാര്യങ്ങൾ എമർജൻസി കെയർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബെഡ് അവൈലബിലിറ്റി. ഒരു എമർജൻസി പേഷ്യന്റ് വരുന്ന സമയത്ത് ബെഡ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാൻ പാടില്ല. ഇറ്റ്സ് ഒബ്ലിഗേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ ടു പ്രൊവൈഡ് ദ പ്രൈമറി കെയർ. അത് ബെഡ് അവൈലബിൾ ആണെങ്കിലും ഒന്നും നോക്കാൻ പാടില്ല. വരുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ പേഷ്യന്റിന് അവരുടെ റൈറ്റ് ടു ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞൊരു ജഡ്ജ്മെന്റ് ആണ്. Then S. Rajashekharan versus Union of India and other 2025 വന്നൊരു ജഡ്ജ്മെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് പ്രൊവൈഡ് ചെയ്യണം, ക്യാഷ്ലെസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, വിച്ച് ഇസ് റിലേറ്റഡ് ടു ആക്സിഡന്റ് പോലത്തെ കാര്യങ്ങൾ എന്നുള്ളതാണ്. സോ ഇതിന്റെ ബേസിസ് നമുക്ക് ഒരുപാട് സ്കീംസ് കാര്യങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്. ദെൻ ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്.
ഇവിടെ ഡോക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ട് അവരുടെ ഡ്യൂട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നൊരു ജഡ്ജ്മെന്റ് ആണ്. ഡോക്ടേഴ്സ് ആസ് ലോങ് ആസ് ദ ഡോക്ടേഴ്സ് ആൻഡ് ട്രീറ്റിംഗ് പേഷ്യൻസ് വിത്ത് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ, ഒരിക്കലും അവരൊരു നെഗ്ലിജൻസ് കാര്യങ്ങളിൽ ലയബിൾ അല്ല, ക്രിമിനലി ലയബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്, ചെയ്തു, എന്നിട്ടും എന്തെങ്കിലും സംഭവിച്ചാൽ ദേ ആർ നോട്ട് പേഴ്സണലി ലയബിൾ എന്ന് പറയുന്നതാണ് ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2005 വന്ന ഒരു ജഡ്ജ്മെന്റ് ആണ്. Then മഹാരാജ അഗ്രസൻ ഹോസ്പിറ്റൽ വേഴ്സസ് ഋഷഭ് ശർമ്മ 2020 വന്നൊരു ജഡ്ജ്മെന്റ് ആണ്. ഇവിടെ ഇറ്റ് എംഫസൈസ് ദാറ്റ് ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് ഡോക്ടേഴ്സ് ടു പ്രൊവൈഡ് എ റീസണബിൾ സ്കിൽ ഓർ കെയർ ഓൺ പേഷ്യൻസ്. അപ്പൊ ഡോക്ടേഴ്സിനാണ് പ്രൈമറി ഡ്യൂട്ടി എന്തിന്, ഈ പറയുന്ന പേഷ്യൻസിനെ കെയർ കൊടുക്കാൻ. ആൻഡ് ഇത് ഹോസ്പിറ്റലിന്റെ ലയബിലിറ്റിയും കൂടിയാണ്, പേഷ്യൻസിന്റെ റൈറ്റ്സ് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ആൻഡ് ഓൾസോ റെക്കോർഡ് കീപ്പിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ സോ നമ്മുടെ ആ ഒരു യൂണിറ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണുള്ളത് പറഞ്ഞത്? ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് ആണ്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷണറീസിന് എന്ത് വേണം? ബേസിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ ആൻഡ് എത്തിക്കൽ നോളേജ് കാര്യങ്ങളെല്ലാം വേണം. ആൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് ഇറ്റ്സ് എ സുപ്രീം അതോറിറ്റി ഓഫ് ഫ്രെയിമിംഗ് ലോസ് റിലേറ്റഡ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. ദെൻ പാർലമെന്റ് ഒരുപാട് ലോസ് കാര്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് സപ്പോർട്ടഡ് ബൈ ആരൊക്കെയാ? റെഗുലേറ്ററി മെക്കാനിസംസ് ഉണ്ട്. ദെൻ റൂൾസ് കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. സോ പ്രോപ്പർ ആയിട്ട് ഈ ലോ എൻഷുർ ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളത്. ആൻഡ് ലീഗൽ മെഡിസിൻ എന്താന്ന് പറഞ്ഞു, നമ്മുടെ ലീഗൽ കേസസ് റിലേറ്റഡ് ടു നമ്മുടെ മെഡിസിൻ കാര്യങ്ങളൊക്കെയാണ് ലീഗൽ മെഡിസിനിൽ വരുന്നത്. സോ ഇറ്റ് എൻഷുർസ് സൗണ്ട് മെഡിക്കൽ പ്രാക്ടീസസ് എന്നും നമ്മൾ പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതിൽ ബേസിക്കലി ജഡ്ജ്മെന്റ്സ് കാര്യങ്ങൾ എപ്പോഴും നോക്കി വെച്ചേക്കുക കേട്ടോ, അതൊന്ന് നോക്കുക. അതേപോലെ തന്നെ ലോ, റൂൾസ്, റെഗുലേഷൻസ് കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അത് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയേ. നമ്മൾ പറഞ്ഞത് വാട്ട് ഇസ് ദ റോൾ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ഹെൽത്ത് കെയർ? എന്താണ്? സ്റ്റേറ്റിന് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എങ്ങനെയാണ് പബ്ലിക് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യേണ്ടത്, ന്യൂട്രീഷൻ എങ്ങനെ, ഹൗ ടു അപ്ഗ്രേഡ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, നമ്മുടെ ആർട്ടിക്കിൾ 38, 39, 41, 47 എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. സോ ഇതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ദെൻ ചാലഞ്ചസ് ഇൻ ലോ മേക്കിംഗ് പ്രോസസ് എന്തൊക്കെയാ? നമുക്ക് ട്രാൻസ്പെറൻസിയുടെ ഇഷ്യൂസ് വരുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ പബ്ലിക് സപ്പോർട്ട് ഇല്ലാതെ വരാം. ദെൻ അതേപോലെ തന്നെ അബ്നോർമൽ ഡിലേസ് കാര്യങ്ങൾ വരാം ലോ പാസ് ചെയ്യുന്നതിൽ. ദെൻ ലോസ് പുവർലി ഡ്രാഫ്റ്റഡ് ആയിട്ട് വരാം. അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം എന്താണ് ഇതിന്റെ ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ റോൾ ഓഫ് ലോ ഇൻ പബ്ലിക് ഹെൽത്ത്. അപ്പൊ ആദ്യം ലോ എന്താന്നുള്ളത് എഴുതുക. ലോ എന്താണ് പബ്ലിക് ഹെൽത്തിൽ ചെയ്യുന്നത്? കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുവാണ് അല്ലെ. ലൈക് പ്രിവെന്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുവാണ് ലോ ചെയ്യുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ഷൻസ് ടു അവോയ്ഡ് ലിറ്റിഗേഷൻ. നമുക്ക് എന്തൊക്കെ ചെയ്യാം ലിറ്റിഗേഷൻ അവോയ്ഡ് ചെയ്യാൻ? പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ഇൻഫോംഡ് കൺസെന്റ്, അതേപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പ്രോട്ടോകോൾസ്, റൂൾസ് കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ദെൻ അപ് ടു ഡേറ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുക, അതേപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റി എൻഷുർ ചെയ്യുക. ഇതെല്ലാം നമുക്ക് ലിറ്റിഗേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ഷൻസ് ആയിട്ട് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇനി നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റിൽ കാണാം. താങ്ക് യു.